ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിതാ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണ്. നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുള്ള പച്ചരിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ അതേ കപ്പിന് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ട് ഈസി ആയിരിക്കും. ഇനി ഇത് രണ്ടും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ ആ കുരു മാത്രമായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് ശർക്കര ഇതുപോലെ ഒന്ന് കുത്തിപ്പൊടിച്ച് എടുത്തിട്ടുണ്ട്. 2 അച്ച് ശർക്കര ഇതുപോലെ കുത്തിപ്പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര പാനിയാക്കി എടുത്താൽ മതി, ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കണ്ട. എന്നിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മാവ് വെന്ത് പോകാനായിട്ട് നിൽക്കരുത്, അതിന് മുന്നേ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 നുള്ള് സോഡാ പൊടിയും കൂടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഈ ഒരു കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മാവ് നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം മുഴുവനായിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 30-35 മിനിറ്റോളം ഇതൊരു കുക്കിംഗ് ടൈം ഉണ്ട്. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും മാറി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളൊരു ക്യാരറ്റ് അപ്പമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറപ്പം റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്യാരറ്റും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.